ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കനത്ത തിരിച്ചടി. പോറ്റിയുടെ ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതി തള്ളി. കേസിൽ തെളിവു ശേഖരണം ഇപ്പോഴും തുടരുകയാണെന്നും ജാമ്യം നൽകരുതെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. അതേസമയം മുൻ ദേവസ്വം ബോർഡ് അംഗം ശങ്കരദാസിന്റെ ജാമ്യ ഹർജി മറ്റന്നാളത്തേക്ക് മാറ്റി. ചെയ്ത 2 കേസുകളിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യ ഹർജി നൽകിയത്. അറസ്റ്റ് നടന്നിട്ട് 3 മാസം പിന്നിടുന്നു. ജാമ്യം നൽകണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വാദിച്ചു. ഇനിയും തൊണ്ടിമുതൽ കണ്ടെത്താനുണ്ടെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം നിഷേധിക്കുകയായിരുന്നു. അതേസമയം സ്വർണ്ണക്കവർച്ചയിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം ശങ്കരദാസിന്റെ ജാമ്യ ഹർജി മറ്റന്നാളത്തേക്ക് മാറ്റി. മെഡിക്കൽ റിപ്പോർട്ട് സഹിതം അന്ന് ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചു. ശങ്കരദാസ് അബോധാവസ്ഥയിലാണെന്നും ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു ശങ്കരദാസിന്റെ അഭിഭാഷകൻ വാദിച്ചത്. ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഹൈക്കോടതി SIT രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ വാജിവാഹനം SIT കോടതിയിൽ സമർപ്പിച്ചു. ജനം, തിരുവനന്തപുരം.